നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. CPO WCPO പരീക്ഷ ഡേറ്റ് വന്നത് എല്ലാരും അറിഞ്ഞു കാണുമല്ലോ. ജൂൺ 20-നാണ് CPO WCPO പരീക്ഷ നടക്കാൻ പോകുന്നത്. അതായത് ഇനി വെറും 3 മാസങ്ങൾ മാത്രം. അപ്പോൾ ഏകദേശം 90 ദിവസം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ 90 ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊരു 90 ഡേയ്സ് റിവിഷൻ സ്റ്റഡി പ്ലാൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കിയാലോ. 90 ദിവസം കൊണ്ട് റാങ്ക് നേടാൻ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പ്രയോഗിച്ചു നോക്കൂ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ CPO പരീക്ഷ എഴുതുന്ന ആൾക്കാരാണോ? WCPO പരീക്ഷ എഴുതുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ യെസ് എന്ന് താഴെ കമന്റ് ചെയ്യൂ. ഞാൻ റെഡിയാണ്, 90 ഡേയ്സ് റിവിഷൻ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഐ ആം റെഡി എന്ന് താഴെ കമന്റ് ചെയ്യൂ. സ്റ്റാർട്ട് ചെയ്താലോ. ഇതിന്റെ PDF ഡീറ്റെയിൽ ആയിട്ടുള്ള PDF വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ട് തന്നേക്കാമേ. യെസ് എന്നൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ജൂൺ 20, 2026 ഈ ഡേറ്റ് മനസ്സിൽ കുറിച്ചിടുക. CPO WCPO പരീക്ഷ നടക്കാൻ പോകുന്ന ഡേറ്റ് ഇനി വെറും 3 മാസങ്ങൾ അഥവാ 90 ഡേയ്സ്. അപ്പൊ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് പഠിച്ചെടുത്താൽ റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുമോ എന്ന് പേടിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ധൈര്യമായിട്ടിരുന്നോളൂ. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കും. ഈ അവസാന 90 ദിവസം എങ്ങനെ സ്മാർട്ടായി പഠിക്കണം, റാങ്ക് ലിസ്റ്റിൽ എങ്ങനെ മുൻപന്തിയിൽ എത്താം എന്നതിന്റെ കംപ്ലീറ്റ് സ്ട്രാറ്റജിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമസ്കാരം, ഹർഷിതം എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് അശ്വതി. ഒരുപാട് നാളത്തെ നിങ്ങളുടെ കാത്തിരിപ്പല്ലേ ഒരു കാക്കി യൂണിഫോം എന്നത്. ഒരു LDC ജോലി നേടിയെടുത്ത എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രം. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഏത് PSC പരീക്ഷയും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും മക്കളെ. ഇനി നമുക്ക് വെറുതെ കളയാൻ ഒരു സെക്കൻഡ് പോലും ബാക്കിയില്ല. ഇതാ പിടിച്ചോളൂ, ദ 90 ഡേ മാസ്റ്റർ പ്ലാൻ. 3 മാസത്തെ കൃത്യമായ പ്ലാൻ. നിങ്ങളുടെ മുന്നിലുള്ള 90 ദിവസത്തെ 3 തരംതിരിക്കാം. അതായത് ആദ്യത്തെ 45 ഡേ, അടുത്ത 30 ഡേ, അവസാനത്തെ 15 ദിവസം. ആദ്യത്തെ 45 ഡേയ്സിൽ നിങ്ങൾ പഠിക്കേണ്ടത് കോർ ടോപ്പിക്സും ഷോർട്ട് നോട്ട്സും ആണ്. അപ്പൊ CPO WCPO പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു 56 ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പോ സിലബസ് എടുത്ത് വെച്ചിട്ട് SCERT ടെക്സ്റ്റ് ബുക്കുകൾ ഇനി ഫുള്ള് വായിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? സമയമില്ല. അതുകൊണ്ട് വേണ്ട ചാപ്റ്റേഴ്സ് മാത്രം, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചാപ്റ്റേഴ്സ് മാത്രം എടുത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പഠിക്കുക. ഇനി റിവിഷന് വേണ്ടിയിട്ട് വേണം ഇനി സമയം കണ്ടെത്താൻ. അപ്പൊ സയൻസ്, ഭരണഘടന, കേരളം, ചരിത്രം ഇതൊക്കെ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോർട്ട് നോട്ട് ഉപയോഗിച്ച് വേഗന്ന് കോർ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പോവുക. അപ്പൊ കോർ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഏരിയ എന്നാണ് PSC ഹോട്ട് ടോപ്പിക്സ്, ഏതൊക്കെ ഏരിയ എന്നാണ് PSC കൂടുതലായിട്ടും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ആ ടോപ്പിക്സ് വേണം കോർ ടോപ്പിക്സ് ആയിട്ട് എടുക്കാൻ. അപ്പൊ ആ ടോപ്പിക്സ് ചൂസ് ചെയ്ത് വീണ്ടും റിവിഷൻ അടിക്കുക. നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷോർട്ട് നോട്ട്സ് പഠിക്കുക. ഇത് വേണം നിങ്ങൾ ഈ 45 ഡേയ്സ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത 30 ദിവസം നിങ്ങൾ ചെയ്യാനുള്ളത് PYQവും വീക്ക് സബ്ജക്റ്റും. അതായത് പൂർണ്ണമായിട്ടും മുൻവർഷ ചോദ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക അടുത്ത 30 ദിവസം. ഒപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതായത് മാത്സ് ആകാം, ഇംഗ്ലീഷ് ആകാം, മലയാളം ആകാം, ഇത് ദിവസവും വർക്കൗട്ട് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് പാടുള്ള ആൾക്കാരാണെങ്കിൽ ദിവസവും കറണ്ട് അഫയേഴ്സ് പഠിക്കുക. അപ്പൊ ടോപ്പേഴ്സ് മാർക്ക് ചെയ്യുന്ന ഒരു സെഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. അതായത് PYQസും വീക്ക് സബ്ജക്റ്റും പഠിക്കുക എന്നുള്ളത്. എല്ലാവരും ടോപ്പിക്സും SCERTയും ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കും. പക്ഷേ PYQസ് മിക്കപ്പോഴും വർക്കൗട്ട് ചെയ്യാറില്ല. 1-2 PYQ ചെയ്യും, അല്ലെങ്കിൽ മാക്സിമം ഒരു 5 PYQ ഒക്കെ ചെയ്തിട്ട് പോകും. അത് പോരാ. അടുത്ത 30 ദിവസം നിങ്ങൾ PYQ വർക്കൗട്ടിന് വേണ്ടി മാത്രം മാറ്റിവെക്കുക. അതുപോലെ വീക്ക് സബ്ജക്ട് പഠിക്കാൻ വേണ്ടി ഡെയിലി പഠിക്കാൻ വേണ്ടിയിട്ട് കൂടി മാറ്റിവെക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യാമോ? ചെയ്യുമെങ്കിൽ എസ് എന്നും താഴെ പറയൂ. ഇനി അവസാനത്തെ 15 ദിവസം നിങ്ങൾ ചെയ്യാനുള്ളത് മോക്ക് ടെസ്റ്റുകൾക്കും റിവിഷനും വേണ്ടിയിട്ടാണ്. പുതിയതൊന്നും ആ 15 ദിവസം നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിൽക്കരുത്. പഠിച്ച കാര്യങ്ങൾ മാത്രം ആവർത്തിച്ച് റിവിഷൻ ചെയ്യുക. ദിവസം ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. പരീക്ഷയോടുള്ള പേടി മാറ്റാനും ടൈം മാനേജ്മെന്റ് അറിയാനും വേണ്ടിയിട്ടാണ്. കൂടാതെ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനും ഇങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കും. അപ്പൊ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനും ടൈം മാനേജ് ചെയ്യാനും മോക്ക് ടെസ്റ്റുകളും റിവിഷനും അത്യാവശ്യമാണ്. അപ്പോൾ 90 ഡേയ്സിനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തൊന്ന് ചെയ്ത് നോക്കൂ. ആദ്യത്തെ 45 ഡേയ്സ് കോർ ടോപ്പിക്സും ഷോർട്ട് നോട്ട്സിനും വേണ്ടിയിട്ട്, അടുത്ത 30 ഡേയ്സ് PYQസിനും വീക്ക് സബ്ജക്റ്റിനും വേണ്ടിയിട്ട്, അവസാനത്തെ 15 ദിവസം മോക്ക് ടെസ്റ്റിനും റിവിഷനും വേണ്ടിയിട്ട്. ഓക്കെ,
ഇനി സ്പെഷ്യൽ ടോപ്പിക്സ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിൽ ടെൻഷൻ വേണ്ട. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് ഞാൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 699 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളേ. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും BNS, BNSS, BSA, അതുപോലെ NDPS ആക്ട്, പോക്സോ നിയമം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയാണ് സ്പെഷ്യൽ ടോപ്പിക്സ് ബാച്ച് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ. അതിലെ ഓരോ ക്ലാസ്സുകളായിട്ട് കണ്ടു പഠിച്ചോളൂ. നിങ്ങൾക്ക് 90 ഡേയ്സ് കൊണ്ട് സെറ്റ് ആക്കാം. ഒരു ദിവസം പോലും നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാണ്ടിരിക്കരുത്. സ്പെഷ്യൽ ടോപ്പിക്സ് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ യൂണിഫോം ജോബ്സ് പോലുള്ള തസ്തികകൾക്ക്. ഓക്കെ, ഇനി CPO WCPOയില് മറ്റൊരു സ്പെഷ്യൽ ചലഞ്ച് എന്ന് പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആണ്. അപ്പോൾ CPO WCPO പരീക്ഷകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? എഴുത്ത് പരീക്ഷ മാത്രം മതിയോ? LDC LGS പോലെ എഴുത്ത് പരീക്ഷ റിട്ടൺ ടെസ്റ്റ് മാത്രം പോരാ, നല്ല ഫിസിക്കൽ ഫിറ്റ്നസും വേണം. അതുകൊണ്ട് പുസ്തകത്തിന് മുന്നിൽ മാത്രം ഇരിക്കാതെ ദിവസവും രാവിലെയോ വൈകുന്നേരമോ കുറച്ച് സമയം ഓടാനും അതുപോലെ ഗ്രൗണ്ട് പ്രാക്ടീസിനും ഒക്കെ വേണ്ടി മാറ്റിവെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ ഞാനിപ്പോ പരീക്ഷ പാസ്സായി, ഫിസിക്കലിന്റെ ഡേറ്റ് വന്നു, ഒരു 10 ദിവസം ഞാൻ പോയി ഫിസിക്കലിന് പ്രാക്ടീസ് ചെയ്തു, കാര്യമുണ്ടോ? ഇല്ല. അതിനും ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ രാവിലെ പോയാൽ മതിയല്ലോ. രാവിലെ കുറച്ച് സമയം, 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഇതിനു വേണ്ടി മാറ്റിവെക്കാമല്ലോ. അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ് കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ പലരും ഈ സമയത്ത് ടെൻഷൻ അടിച്ച് പഠിത്തം നിർത്തി പോകും. ഇനി 90 ദിവസം ഞാൻ എന്ത് ചെയ്യാനാ, പെട്ടെന്ന് നിങ്ങൾക്ക് പരീക്ഷ വന്നല്ലോ. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അവിടെ നിങ്ങൾ പിടിച്ചു നിൽക്കണം. ശരിയായ രീതിയിൽ ഗൈഡൻസ് ലഭിച്ച ഈ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തില്ലേ? നമ്മുടെ ഹർഷിത എഡ്യൂടെക് ആപ്പില് ഇപ്പൊ വന്ന ആലപ്പുഴ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ റാങ്ക് ലിസ്റ്റിൽ 2ാമത്തെ റാങ്ക് നമ്മുടെ സ്വന്തം കുട്ടിക്ക് ആതിരാകൃഷ്ണനാണ്. അപ്പൊ ആതിരാകൃഷ്ണൻ നേടിയെടുത്തതുപോലെ ആലപ്പുഴ ജില്ലയിലെ 2ാം റാങ്ക് നേടിയെടുത്തതുപോലെ ഇതൊക്കെ നിങ്ങൾക്കൊരു പ്രചോദനമാണ്. ഞാൻ നേടിയെടുത്തതുപോലെ, ഞാൻ LDC ജോലി നേടിയെടുത്തതുപോലെ നമ്മുടെ ആപ്പിലെ ഒരുപാട് 100-ൽ പരം ആൾക്കാർ, 100-ല്ല കേട്ടോ, 200-250 ആൾക്കാരുണ്ട്. അപ്പൊ അത്രയും ആൾക്കാർ ഉന്നത റാങ്കിൽ എത്തിയതുപോലെ ഇവരെയൊക്കെ പ്രചോദനമായി കണ്ടുകൊണ്ട് നിങ്ങൾക്കും ഒരു റാങ്ക് ജേതാവാകാൻ സാധിക്കും. അതിനെ ഒരിക്കലും പിന്മാറാൻ പാടില്ല. ടെൻഷൻ അടിച്ച് പഠിത്തം നിർത്തി പോകാൻ പാടില്ല. പിടിച്ചു നിൽക്കുക. ഓക്കെ, അപ്പൊ അവസാനവട്ട ഒരുക്കത്തിൽ നിങ്ങൾക്ക് കൂട്ടായിട്ട് എപ്പോഴും ഹർഷിതം എഡ്യൂടെക് കൂടെയുണ്ട്. നമ്മുടെ ആപ്പിൽ ഇതിനാവശ്യമായ ക്ലാസ്സും മോക്ക് ടെസ്റ്റും ഒക്കെ അവൈലബിൾ ആണ്. ഇനി സ്പെഷ്യൽ ടോപ്പിക്സ് ബാച്ച് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവർക്ക് അല്ല, ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള CPO WCPO ബാച്ച് ഉണ്ട്. അതും അവൈലബിൾ ആണ്. സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രം മതിയെങ്കിൽ അതിന്റെയും ബാച്ച് അവൈലബിൾ ആണ്. അപ്പൊ സമയം കളയാതെ ഇപ്പൊ തന്നെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ജോയിൻ ചെയ്യൂ. ഈ 3 മാസം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് പഠിച്ചാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ടാകും. ഓക്കെ, സെറ്റ് അല്ലേ? ഈ പോയിന്റ് ഒരിക്കലും മറക്കരുത്. അപ്പൊ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF, ഇത് ഞാൻ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള PDF നമ്മുടെ ടെലഗ്രാമിൽ ഇട്ടേന്നേക്കാം. നിങ്ങൾ എന്ന് പറഞ്ഞാൽ മതിയേ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ യൂണിഫോം ജോലി സ്വപ്നം കാണുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കൂ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.